ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു കക്ക റോസ്റ്റ് ആയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ആദ്യം ഒന്ന് വൃത്തിയാക്കണം. ഇത് വൃത്തിയാക്കുന്ന കാര്യം വളരെ പാടാണ്. ഇത് ഓരോന്നായിട്ട് പറക്കിയെടുത്ത് ഇതിനകത്തിലെ വേസ്റ്റ് കളയുന്നതാണ് ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത്. ചിലരൊക്കെ ഈ വേസ്റ്റ് കളയാതെ തന്നെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് ഇതിൻ്റെ പ്രോട്ടീനാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്കത് അങ്ങോട്ട് ഉപയോഗിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് അവിടെ ഇരുന്നത് ഫുള്ള് വൃത്തിയാക്കി. കുറേ നേരം കൊണ്ട് ഇരുന്നത് കൊണ്ട് തന്നെ നടു മൊത്തം പൊളന്നൊടിഞ്ഞു. അപ്പം ഞാൻ ഈ വെള്ളം കളയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഒരാൾ അവിടെ എന്തൊക്കെയോ വരുന്നുണ്ട്, മണം പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. പക്ഷേ ചീറ്റിപ്പോയി. അപ്പം അത് ഒരു ചേര അതുവഴി വന്നു. അപ്പോൾ അത് അതിൻ്റെ പാട്ടിന് പോയി. ഞാൻ പിന്നെ എന്തോ ചെയ്തു, ആ കറിവേപ്പിലയൊക്കെ പറിച്ച്, നമുക്ക് വേണ്ടുന്ന കറിവേപ്പിലയൊക്കെ പറിച്ച് അങ്ങ് പോന്നു. അങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിനകത്തിലോട്ട് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി കടുകും ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് വേണ്ടവർക്ക് തേങ്ങാക്കൊത്തും ഇട്ട് ആവശ്യത്തിന് ഉള്ളി, അതുപോലെ തന്നെ ഈ ഉള്ളി വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വേണ്ട പൊടിക്കൈകളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച കക്കയും കൂടെ ഇതിനകത്തിലോട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്ര ഫ്രൈ ആവണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനമാക്കി നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നല്ലതായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.